അല്ല വേറെ കേസുണ്ട്. അത് ബ്രൈറ്റാണ് പറയേണ്ടത്. അത് ബ്രൈറ്റാണ് പറയേണ്ടത്. ബ്രൈറ്റാണ് അതിന്റെ ഡീറ്റെയിൽ പറയേണ്ടത്. അലൻ ജോസ് പെരേര, ഞാൻ, അഭിലാഷേട്ട, ഞങ്ങൾക്കെതിരെയുള്ള രണ്ടാമത്തെ ആരോപണം വരുന്നത്. ഒന്ന് എല്ലാവർക്കും അറിയാം, അതെന്തുവായി എന്താണ് അതിന്റെ അവസാനം എന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പം രണ്ടാമത് വന്നതാണ് ഈ നിരഞ്ജന എന്ന് പറഞ്ഞ ആള്. ഓക്കെ, അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. തുടക്കം മുതൽ വിനീതേട്ടൻ ബ്ലഡി നൈറ്റിന് ശേഷം ഒരു ഗ്യാപ്പ് വന്നു. ആ സമയത്ത് ഇന്നോലെ ഒരാളെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പം ഈ സമയത്ത് പെരേര മിണ്ടല്ല, ശബ്ദം എടുക്കരുത്. അപ്പം പരിചയപ്പെട്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവരെ വലിയ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ദിവസം എനിക്കൊരു വാട്സപ്പ് ഫേസ്ബുക്കിലൊരു മെസ്സേജ് വരികയാണ്. ഇതാരാണ്, എവിടെയാ സ്ഥലം, അതാ ട്രാൻസിൻ്റെ ആ ഒരു ടോണിൽ ഇച്ചിരി കൊഞ്ചി കുഴഞ്ഞ രീതിയിൽ. ഞാൻ ഓർത്ത് ഇതാരാ, തിരിച്ച് മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ ബ്ലഡി നൈറ്റിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ വിനീതിൻ്റെ ഫ്രണ്ടാണ്, കാര്യങ്ങളാണ്. അപ്പം വിനീതേട്ടനോട് ഞാൻ പറഞ്ഞു. അപ്പം വിനീതേട്ടൻ പറഞ്ഞു, എടാ അവരെ പറ്റി അവരുടെ കൂടെ നടന്ന ആൾ മോശമായിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്ലഡി നൈറ്റ് റിലീസാവാൻ പോവുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് വിനീതേട്ടൻ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. നിരഞ്ജന എന്ന് പറഞ്ഞ ആൾ ട്രാൻസ് ആയിട്ടുള്ള ഒരാളെ ആങ്കറായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പ്രമോഷൻ കിട്ടും. കാരണം ഇതിൻ്റെ അകത്ത് നായികമാരൊന്നും പ്രമോഷൻ ചെയ്യാൻ വരാത്തത് കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി ചേട്ടാ, അങ്ങനെ ആണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ പെരേര ഇടയ്ക്ക് കയറി വരട്ടെ ഗസ്റ്റായിട്ട്, ഞാൻ അപ്പോൾ ആ ഇൻ്റർവ്യൂന്ന് നിന്ന് ഇറങ്ങിപ്പോവാം. അപ്പം അതൊരു നല്ല വൈറലാകുമെന്ന് പറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ഷാലിൻ എസ് ഹർഷൻ എന്ന് പറഞ്ഞ പറവൂരുള്ള ആളെ ചാനലിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഷാലിൻ ചേട്ടാ പെരേര വരും, ആറാട്ടെണ്ണം വരും, നിരഞ്ജന വരും. അപ്പം നമുക്ക് 12,000-2,500 രൂപയുടെ ചിലവുണ്ട്. അതൊന്നും എൻ്റെ ഇല്ല, നീ വിനീതിനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ വിനീതേട്ടനെ വിളിച്ചു. വിനീതേട്ടൻ ഷാലിനെ വിളിച്ചു. അപ്പോൾ ഷാലിൻ പറഞ്ഞു, നീ പൈസ ഇടുക, എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അത് നിൻ്റെ ചാനലിൽ റീച്ച് വേണം, ഇവർ ചുമ്മാ വരുമോ, അവർ അത്യാവശ്യം ആൾക്കാർ അറിയുന്ന ആളുകളല്ലേ. അപ്പോൾ ആ രീതി സംസാരിച്ച് ഷാലിനായിട്ട് ഉടക്കി തെറ്റിക്കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം ഈ നിരഞ്ജന വിളിക്കുകയാണ് ഈ ഷാലിനെ. എടോ, എന്താ ഈ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം, എന്നെ ആങ്കർ ആക്കുന്ന കാര്യം, അതേ ഒരു പ്രശ്നമുണ്ട്. വിനീത് പറഞ്ഞു, തന്നെ കാണാൻ കൊള്ളത്തിലിടോ, താൻ കറുത്തയിടോ, തന്നെ കാണാൻ ഒരു മെനയില്ലെന്ന് വിനീത് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് വൈരാഗ്യമായി. അതിൻ്റെ ഇടയ്ക്ക് ഈ വിനീതേട്ടനെ അവർ വാടക വീട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ജോലിയുടെ ഇടയ്ക്ക് ഇറിറ്റേഷൻ ചെയ്യുന്നുണ്ട്. വിനീതേട്ടനെ പോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് ഇവർ പറയാണ്, താൻ വിനീതിനെ വിശ്വസിക്കരുത്, വിനീത് ചതിയനാണ്, വിനീത് വക്രനാണ്. ആ രീതിയിൽ ഇവർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഇപ്പം വിളിക്കാമെന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു. നേരെ വിനീതേട്ടനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു അവർ, ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ ഓഡിയോ കോൾ അടക്കം കിടപ്പുണ്ട്. ഇവർ നിരന്തരമായിട്ട് എന്നെ ശല്യം ചെയ്തു. എൻ്റെ ഫേസ്ബുക്ക് കമൻറ്റ് കൊണ്ടിടുകയാണ്, മെസ്സേജ് ഇടുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് വിനീതേട്ടനെ വിശ്വാസമാണ്, നിങ്ങളെക്കാട്ടി വിനീതേട്ടനെ വിശ്വാസമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ വിനീതിനെ സപ്പോർട്ട് ചെയ്താൽ നിൻ്റെ പേരും വരും, നീ എന്നെ കയറി പിടിച്ചു എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നതടക്കം ഇവർ പറഞ്ഞു. അതിൻ്റെ ഒരു ഓഡിയോ കോളിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഞാൻ ആറാട്ടണ്ണൻ്റെ അലൻ ജോസ് പെരേരയുടെ പേര് ഇതിനകത്ത് പറയുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്ന് ഈ നിരഞ്ജനയുടെ ഒരു ഓഡിയോ, എൻ്റെ ഫോണിൻ്റെ ടച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു, ഓഡിയോ ലീക്കായി പോവുകയാണ്. ആ ലീക്കായി പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ ഷാലിൻ്റെ ഷാലിൻ്റെ എഡിറ്റിംഗ് സ്ഥലത്താണ് ബ്ലഡി നൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ വന്നത്. അപ്പം ഷാലിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. ഞങ്ങൾ തമ്മിൽ വീഡിയോ കോൾ ചെയ്ത് സെക്സ് ചാറ്റ് ചെയ്തിട്ടുണ്ട്, നഗ്നത പ്രദർശനം നടത്തിയിട്ടുണ്ട്, ആ രീതി സംസാരിച്ചിട്ടുണ്ട്. ഇവൻ അവിടെ കൊടുങ്ങല്ലൂർ ഏതോ അമ്പലത്തിൽ പോയപ്പോൾ ഇവൻ ഏതോ ഒരു പൊതി പിടിക്കുമെന്ന് ചോദിച്ചു. അത് MDMA ആണോ കഞ്ചാവാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഇവർ അഖിൽമാരാർക്കെതിരെ ഞാനൊരു ഇൻ്റർവ്യൂ പോകാൻ തൻ്റെ ചാനൽ കയറുമെന്ന് പറഞ്ഞ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വരെ നമ്മളിലുണ്ട്. അതിനുശേഷം കുറച്ച് നാൾ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കിനുമാണ് ഇവർ പലരെയും വിളിച്ചിട്ട് പറഞ്ഞു, ബ്രൈറ്റ് എന്നോട് കളി ചോദിച്ചു, ബ്രൈറ്റ് എന്നെ വീഡിയോ കോൾ ചെയ്ത് നഗ്നത കാണിച്ചു. അപ്പോൾ ഒരുത്തൻ എന്നെ രാത്രി 1 മണിക്ക് വിളിക്കുകയാണ്, സജാദ്, കളിയാക്കാൻ വേണ്ടി വിളിച്ചാണ്. ഈ ആറാട്ടണ്ണൻ്റെ ലോകം ഗ്രൂപ്പിലെ സജാദാണ് വിളിച്ചു. സജാദ് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നീ ആ സ്ക്രീൻഷോട്ട് അവളോട് അയക്കാൻ പറ, എന്നിട്ട് നീ എൻ്റെ അടുത്ത് പോയി എൻ്റെതും കൂടെ കാണിച്ചു തരാം, എന്നിട്ട് ഇത് മാച്ചാണോ നോക്കാൻ പറ. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അതിനുശേഷം പിന്നെ എന്നെ കുറേ കളിയാക്കി. അപ്പോൾ ഞാൻ ഇവരോട് ഒരു കാര്യം പറഞ്ഞു, എടാ ഇത് വള്ളിക്കെട്ട് കേസാണ്, ഞാൻ വിനീതനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എൻ്റെ പേരും വന്നത്, പലരെയും പെടുത്തുമെന്ന് ഇവർ പറഞ്ഞു. അതിനുശേഷമാണ് അഭിലാഷ് ആട്ടായത്തിൻ്റെ അലൻ ജോസ് പെരേരയുടെ പേജിൽ കയറി ഇവർ പല പ്രാവശ്യമായിട്ട് കമന്റ് ഇടുന്നു. പിന്നെ ഹിജഡ എന്ന് ഇദ്ദേഹം ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, എനിക്ക് തോന്നുന്നു ടൂക്ക് ടോക്സിലോ ഏതോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു. നമ്മളെ മാക്കിന്റെ ചാനൽ റെഡിലും നമ്മൾ ഇവരെ കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എന്റെ വീട്ടിൽ ഇരുന്നപ്പോ ലൈവ്, അതെ ലൈവ് വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത്
ഞാൻ ഇങ്ങനെ പല പേജിൽ ഇവർ കൊണ്ടിടുന്നുണ്ട്, പല ആൾക്കാരും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പുകാർ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പിലെ പെങ്ങളെ, എൻ്റെ പേര് സജാദ്, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എങ്ങനെയും ഞങ്ങളെ പെടുത്തണം, ഞങ്ങളെ എന്താ പറയുക, ഞങ്ങളെ നാണം കെടുത്തണം. അതിനുവേണ്ടി ചെയ്ത പരിപാടിയാണ്. അന്ന് ഞാൻ ഇവരോട് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോയമ്പത്തൂർ പോവാണ്. ഏകദേശം ഓഗസ്റ്റ് 1 ഞാൻ കോയമ്പത്തൂർ പോകുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മളെ വയനാട്ടിലെ നടക്കുന്ന സമയത്ത് കൃത്യം 5-ാം തീയതി, അതായത് ഓഗസ്റ്റ് 5-ാം തീയതി ഒരു പോസ്റ്റ് ഇടുകയാണ്. പരുമല, എൻ്റെ നാട്ടിലുള്ള ഒരാൾ പോസ്റ്റ് ഇടുകയാണ്, ദീപു എന്ന് പറഞ്ഞ ആൾ. എന്താ പറയുക, വയനാട്ടിൽ ആരെങ്കിലും പെൺകുട്ടി അനാഥമായിട്ടുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ അത് മനോരമ ന്യൂസ് ഏറ്റെടുക്കുകയും അത് വൈറലാവുകയും ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസമാണോ അന്ന് വൈകിട്ടാണെന്ന് അറിയത്തില്ല, ഞാൻ വയനാടുള്ളതാണ്, എൻ്റെ മകൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഈ നിരഞ്ജന വിളിക്കുന്നു. നിരഞ്ജന ആൾമാറാട്ടം നടത്തി വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഇവരെ എന്താ പറയാ, ഇവരെ ആങ്ങളെനെ വിളിച്ച്, അല്ല പെങ്ങളെ വിളിച്ച് സംസാരിക്കുന്നത്, നിന്റെ ഭർത്താവ് നിന്റെ ആങ്ങള എൻ്റെ കൂടെ 2 വർഷം താമസിച്ചാണ്, ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു, ഞാൻ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറയും, അങ്ങനെ ഇങ്ങനെ. ആ ഓഡിയോ ക്ലിപ്പ് അടക്കം കിട്ടി. ഈ ഓഡിയോ ക്ലിപ്പ് വരാൻ കാരണം ഇവർ ഈ ഓഗസ്റ്റ് 6-നാണ് ഇവർ ഈ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ഇവർ ഓഗസ്റ്റ് 6-നാണ് ഈ ദീപുവിനെ വിളിക്കുന്നത്. അതിനുശേഷം സ്മാർട്ട് ബിസ് മീഡിയയിൽ 9-ാം തീയതി, ഓഗസ്റ്റ് 9-ാം തീയതി ഇവർ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. ലൈവായിട്ട് ഇവർ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. ആ ഇൻ്റർവ്യൂ കൊടുത്ത അന്ന് ആ കമൻറ്റ് വന്നിട്ട് ഈ ദീപു അല്ല വിഷ്ണു എന്ന് പറഞ്ഞ ആൾ ഇടുകയും അത് ഈ ആറാട്ടണ്ണ ലോകം ഗ്രൂപ്പിലെ തന്നെ നിതീഷ് എന്ന് പറഞ്ഞ നമ്മളെ സുഹൃത്ത് കാണുകയും അവൻ വിളിച്ച് അവരുടെ നമ്പർ മേടിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ നാട്ടുകാരനാണെന്ന് എനിക്ക് മനസ്സിലായി. പുള്ളി എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ പുള്ളി എനിക്ക് ആ ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. അതിനുശേഷം ഈ ജിഷ്ണു ദാസ് എന്ന് പറയുന്ന ഒരു മീഡിയ മലയാളി വാർത്ത ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തൻ എന്നോട് വിളിച്ചിട്ട് നമ്പർ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. അതിനുശേഷം അവൻ പറഞ്ഞു, ഞങ്ങളെ ലൈവ് ചാനലിൽ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത് കള്ളത്തരമാണ്, ഇത് നമുക്കറിയില്ല. അല്ല, അവർ കേസ് ഇപ്പം കൊടുത്തിട്ടില്ല, കേസ് കൊടുത്ത് FIR രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ആ ചാനൽ എടുക്കൂ, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ പരാതി എഴുതുകയാണ്, DTPയിൽ പരാതി എഴുതി. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 12-ന് ഇവർ പരാതി എഴുതുന്നു, അതിൽ സൈൻ ചെയ്യുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 13 1:38-ന് FIR രജിസ്റ്റർ ആവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ അകത്ത് ഒരു 4ഓളം വകുപ്പുകൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രകൃതി വിരുദ്ധം, പിന്നെ എന്താ പറയുക, ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്, അതടക്കം. അതിൻ്റെ അകത്ത് പറയുന്നത് ഇവരെ ഏപ്രിൽ 12-ന് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഏപ്രിൽ 12 നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഇവരെന്നെ പരിചയപ്പെടുന്നത് ഏപ്രിൽ 14. അതെ, ഫേസ്ബുക്കിൽ ഇത് കണ്ടോ, ഇവർ ഏപ്രിൽ 14-നാണ് എന്നെ പരിചയപ്പെടുന്നത്. കണ്ടോ, നിരഞ്ജന എന്ന് പറഞ്ഞ ആൾ എന്നെ പരിചയപ്പെടുന്നത് ഏപ്രിൽ 14-നാണ്. കണ്ടോ, എന്നിട്ട് അവരന്നാണ് പരിചയപ്പെടുന്നത്. ഇവരെ പറയുന്നത് കെട്ടിയിട്ട് പീഡിപ്പിച്ചു. പിന്നെ സാധാരണ പീഡിപ്പിക്കുന്നതിനുള്ള തെളിവുകൾ എന്താ കൊടുക്കുക, നമ്മൾ മെഡിക്കൽ എടുക്കണം. ഇവരെന്തോ കൊടുത്തത്, വിനീത് എനിക്ക് 1 കിലോ പച്ചക്കറി മേടിച്ചു തന്നു, 1/2 കിലോ അയല, 3/4 കിലോ പന്നിയിറച്ചി, ഇതാണ് അവർ കൊണ്ടുവന്ന തെളിവ്. പിന്നെ അവർ പറഞ്ഞത് ഓണർ കണ്ടു എന്നാണ് പറയുന്നത്. ഈ ഓണറിന്റെ അടുത്ത് നിന്ന് നിയമപാലകർ അന്വേഷിച്ചപ്പോൾ ഓണറിന് ഇങ്ങനെ ഒരു സംഭവം അറിയില്ല. അതാ ഇവരുടെ പല കാര്യങ്ങൾക്കും ഡൗട്ട് വന്നു. 5 ദിവസം നിരന്തരമായി പീഡിപ്പിച്ചു. അതിനുശേഷം പീഡിപ്പിച്ച ആൾക്കാർ ഏതൊക്കെ ഇന്റർവ്യൂവിൽ കയറി പൊട്ടത്തരം പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഒരു കമന്റ് ഇടുന്നുണ്ട്, വിനീത് എനിക്ക് 25,000 രൂപ കമന്റ് ഇട്ടത് നിഷയുടെ. ഞാൻ 25,000 കൂടി, പിന്നെ ചാനലിൽ വന്നപ്പോഴത്തേക്കിന് കൂടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതെല്ലാം ഇങ്ങനെ കെട്ടടങ്ങി വരുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. ആ സമയത്ത് ഓഗസ്റ്റ് 29-ന് രാവിലെ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ 24-ന്റെ പേജിൽ വിനീതേട്ടൻ്റെയും ആറാട്ടണ്ണൻ്റെയും പെരേരയുടെ പേരടക്കം കിടക്കുകയാണ്. പിന്നെ ഒരു ന്യൂസാണ് അങ്ങോട്ട് വരുന്നത്, കൈരളി, മനോരമ, റിപ്പോർട്ടർ, 24. ഞാൻ 24-നെ വിളിച്ചപ്പോൾ അവന്മാർ ഞങ്ങളെ വാക്ക് കേട്ടില്ല, പോയി മുൻകൂർ ജാമ്യം എടുക്കാം. ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്രതികളല്ല, നിങ്ങളെ അറസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു അറസ്റ്റ് ചെയ്തോട്ടെ, അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ തെളിയിക്കുമെന്ന് പറഞ്ഞു. ആ രീതി ഞാൻ സംസാരിച്ചിട്ട് ഫോൺ വെച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് വേണ്ടി അന്ന് അധികം മീഡിയാസ് ഒന്നും സംസാരിച്ചില്ല. അന്ന് ആറാട്ടനെ പേടിച്ചിട്ട് ആറാട്ടനെ ഒടുവിൽ പോയി. ഈ മനുഷ്യനെ ആത്മഹത്യ ചെയ്തിരുന്ന ആരും ഉത്തരവാദിത്വം പറഞ്ഞേനു, ഒരു തെളിവ് പോലും ഇല്ലാതെ FIR ഇത് കാണിച്ചു. സീക്രട്ട് ഏജന്റ് സംസാരിച്ചു. അതിനുശേഷം ഫിലിം കോർട്ടോ മീഡിയ മലയാളം അവന്മാര് പറഞ്ഞു ഞങ്ങൾ ഒളിവില, ഇവന്മാര് ഞങ്ങളെ കൂടെ ആയിരുന്നു ഒളിവിലാന്ന് പറയാം. അവന്മാര് പറഞ്ഞു നമ്മളേതോ യൂണിവേഴ്സാണ്, അവൻ ഏത് യൂണിവേഴ്സാ?
പിന്നെ അതൊക്കെ നമ്മൾ ആരും ഒളിവിൽ പോയില്ല. എന്റെ പേജ് എടുത്ത് നോക്കിയാൽ ബ്ലഡി നൈറ്റ് 2-ന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ നിൽക്കുക. ഈ വാർത്ത കണ്ട് അതിന്റെ പിറ്റേ ദിവസം വിനീതേട്ടൻ പോയി. അതെ, അതിനുശേഷം ഞാനൊരു അതിനുശേഷം ഞാൻ പോവുകയാണ്, ഇവിടെ അമ്പലപ്പുഴ സ്റ്റുഡിയോയിൽ പോവാണ്. ആ സമയത്ത് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റിനെ, ഹൈക്കോർട്ട് അഡ്വക്കേറ്റിനെ പരിചയപ്പെട്ടു പ്രസാദേട്ടൻ വഴി. അപ്പോഴത്തേക്കിനും പുള്ളി ഞാനും കൂടെ ചെന്നിട്ട് ഈ പരിമലക്കാര് കേസ് കൊടുത്തില്ല. പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ അവൾക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ കേസ് റദ്ദാകും എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ അവിടെ ചെന്നു, അവരെയും കൊണ്ട് പോയി എന്താ പറയാ കേസ് രജിസ്റ്റർ ചെയ്തു. ഇതാണ് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അന്ന് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ ഇതാണ്. അത് എഫ്ഐആർ എഴുതിയില്ല. അവരെ അന്ന് വിളിച്ചു, നിരഞ്ജനെ ആ സ്പോട്ടിൽ വിളിച്ചു. നിരഞ്ജന പറഞ്ഞു ഞാൻ ആത്മഹത്യയും. ഞാൻ ചോദിച്ചോട്ടെ, എന്നാ കള്ളും കഞ്ചവും ഒക്കെ വിൽക്കുന്നവൻ ഇതേ പരിപാടി പോലീസുകാരോട് വിളിച്ചു പറഞ്ഞാൽ പോരെ? അവനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അവനെ അവിടെ കൊണ്ടുവന്നില്ല? അവര് പറഞ്ഞു ഇത് SP ഓഫീസിൽ പോയി, ഇത് സൈബറിന്റെ പരിപാടിയാണ്, ഞങ്ങൾക്ക് എവിടെ നീതി കിട്ടും? ഞങ്ങൾ ഇത്രയും നാണം കെട്ടു, ഞങ്ങൾ എല്ലാവരുടെ മുന്നിൽ സമൂഹത്തിൽ നാണം കെട്ടു. അതോ നേരിട്ട് പോലും ഞാനും കണ്ടിട്ടില്ല. ഈ ഇരിക്കുന്ന ആരും നേരിട്ട് അവരെ കണ്ടിട്ടില്ല. ഈ മീഡിയാസ്, ഈ എന്താ പറയാ 24 ഉള്ള ന്യൂസുകാരെല്ലാം ഇവള് എന്താ പറയാ ഇത്രയും വിഷമാണെന്നും ഇവക്കെതിരെ തെളിവുകൾ കൊടുത്തിട്ടും ഒറ്റ ഒരാൾ പോലും ശബ്ദിച്ചില്ല. കാരണം എന്താണ്, അവർക്ക് വാർത്തയാണ് വേണ്ടത്. ആൾക്കാർക്ക് ഒരു മീഡിയ വാർക്ക് നീതി മേടിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ ഞങ്ങളെ നീതിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് വീണ്ടും വന്നേക്കുവാണ് ഈ മലയാളി വാർത്തയ്ക്ക് വേണ്ടി. അന്ന് പോലീസുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതോ ഒരു മീഡിയ പ്രവർത്തകൻ അവിടെ വന്നിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്നു പറയും. ഈ ജിഷ്ണുദാസിനോട് ഞാൻ ചോദിച്ചു, ഈ ശാരിക എന്ന് പറഞ്ഞ മലയാളി വാർത്തയുടെ അവതാരികയോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ ചോറ് തന്നെയല്ലേ തിന്നുന്നത്? ഈ ആറാട്ടനെ അലൻ ജോസ് പെരേര നഗ്ന കോൾ ചെയ്തെന്ന് ചോദിച്ചു. അവരപ്പം പറഞ്ഞു ഞാൻ നഗ്ന കോൾ ചെയ്തിരുന്നു. എവിടെ തെളിവ്? അവർ വായിക്കാത്ത എന്തായിരുന്നു തെളിവ്? ചോദിക്കായിരുന്നല്ലോ. എന്തുകൊണ്ട് അവർ ചോദിച്ചില്ല? എന്തിനാണ് ഇരിക്കുന്നത്? അലൻ ജോസ് പെരേര ആറാട്ടനെ മനഃപൂർവ്വം താറടിക്കണം, അവരെ ഇല്ലാതാക്കണം, അവരെ നാണം കെടുത്തണം. അതിനുവേണ്ടി ചെയ്ത മനഃപൂർവ്വം ചെയ്തതാണ്. ഇതിന്റെ പേര് എന്ത് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ചോദിച്ചതിന് തെറ്റുണ്ടോ? അലൻ ജോസ് പെരേര നഗ്ന വീഡിയോ കോൾ എന്ന് പറയും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചോദിക്കാലോ? അവർക്ക് ചോദിക്കാലോ തെളിവുണ്ടോ? എന്ത് ഒന്ന് കാണിക്കുക എന്ന് ചോദിക്കാലോ. അതിനുശേഷം ഇവർക്ക് മണ്ടത്തരം പറ്റിയെന്ന് പറഞ്ഞാൽ ഇവരെ FIR-ഉം ഇവളെഴുതിയ പരാതിയും കൂടെ പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്ത് വലിയ ഇത് കിട്ടാൻ വേണ്ടി ഞാൻ അതപ്പം തന്നെ സേവ് ചെയ്തു. പോലീസുകാർ വിനീതേട്ടനോട് എന്താ ചോദിച്ചെന്നറിയോ, നിങ്ങൾക്ക് FIR അങ്ങനെ കിട്ടിയെന്ന്. വകുപ്പ് എന്താ നമുക്ക് മനസ്സിലായി. വകുപ്പ് എന്തോ എഴുതി പിടിപ്പിച്ചെന്ന് വരെ മനസ്സിലായി. അതിനുശേഷം ഇവന്റെ അറിവോ കാര്യങ്ങളോ ഇവര് മലയാളി വാർത്ത അല്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത്ര ഇവന്റെ നെഗറ്റീവ് കുറെ ചാനലുകാർ എടുത്ത് ഇവന്റെ വോയിസും ഇവന്റെ കള്ള വോയിസ് എല്ലാം എന്റെ ഇരിപ്പുണ്ട്. അത് മാത്രമല്ല വേറെ കേസുണ്ട്. ഈ സംഭവം ഉണ്ടായ ശേഷം ഒരാൾ പീഡിപ്പിപ്പ് കിട്ടും. ഓക്കെ, 5 ദിവസം പീഡിപ്പിച്ച ഒരാൾ ഈ പറഞ്ഞ വ്യക്തിക്ക് കേസും രജിസ്റ്റർ ചെയ്തു. ഇതിന് ശേഷം ഈ പറഞ്ഞ വ്യക്തി, ഈ നിരഞ്ജൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രാൻസ് വുമൻ, നമ്മൾ പേര് പറയുന്നില്ല, ഈ ട്രാൻസ് വുമൻ എല്ലാ ചാനലിലും കയറി ഇരുന്നിട്ട് ഇന്റർവ്യൂ ആണ് കൊടുക്കുന്നത്. അതും ബ്ലറില്ല, ഒന്നുമില്ല. അതിടും. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും തെളിവുകൾ കൊടുത്തിട്ട് എന്തുകൊണ്ട് മാധ്യമം ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ല? അതാ ഞാൻ ചോദിക്കുന്നത്. ഏത് നിയമം നമുക്ക് വേണ്ടി സംസാരിച്ചു? ഞാൻ ചോദിക്കുന്നത് ഇതിലൊരാൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ആരും ചെയ്യണ്? ഇതിലൊരാൾ ആത്മഹത്യ ചെയ്ത് നിയമം മാറണം. ഇവിടെ ആൺപിള്ളേർക്ക് നീതി കിട്ടുന്നില്ല. ഇപ്പൊ ഒരു പെണ്ണ് പ്രേമിച്ച് നടക്കുന്നു, അവളെ നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ പല ഇതും ഉണ്ടാവും. ഉടനെ അവളെ ചതിച്ചു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ വഞ്ചനാ കുറ്റത്തിന് അല്ലെങ്കിൽ അകത്താവുക. എത്ര ആൺപിള്ളേരെ പെൺപിള്ളേർ തേക്കുന്നു, എത്ര ആത്മഹത്യ ചെയ്യുന്നു? ആർക്കെങ്കിലും നീതി കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും അവകാശങ്ങളുണ്ടെങ്കിൽ അങ്ങനെ തുല്യത വേണം എല്ലാവർക്കും. ഒരാൾ വന്ന് പറഞ്ഞ ഒരു തെളിവ് ഇല്ലാതാണ് ഇത്ര നാണം കെട്ട ഞങ്ങൾ. ആരും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനില്ലായിരുന്നു. ഇപ്പൊ ഇത്രയും പേര് വന്നു ഞങ്ങൾക്ക് വേണ്ടി. ഒരു ഓൺലൈൻ മാധ്യമങ്ങളും വന്നു. ഒരു കാര്യമുണ്ട്, നമ്മൾ തെളിവ് കൊടുത്തിട്ട് പോലും ഇവിടെ മീഡിയാസ് ആരും നമ്മുടെ അവർക്ക് അത് വേണ്ട, അവർക്ക് ആവശ്യമില്ല. അവർക്ക് നെഗറ്റീവാണ് വേണ്ടത്. അതാ ഞാൻ പറയാം, ഒരു മാധ്യമം ആർക്ക് നീതി മേടിച്ചു കൊടുക്കുന്നില്ല. അവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് നെഗറ്റീവാ. നിയമപാലം അവനെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? അവൻ ഇത്രയും പേരെ നിയമത്തിനെ, കോടതിയെ, മജിസ്ട്രേറ്റിന് മുന്നിൽ ചെന്ന് വരെ പറഞ്ഞു അവനെ പീഡിപ്പിച്ചു. മെഡിക്കൽ എടുത്തപ്പോ എന്തോ പറഞ്ഞേ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണ്? 24 ചാനലാണ് ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ചാനൽ റേറ്റിംഗിന് വേണ്ടി ഇത്തരത്തിലുള്ള മ്ലേച്ഛമായിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കി ഇതിനപ്പുറമുണ്ട്. കൊച്ചി നഗരത്തിൽ ഞാൻ പറഞ്ഞുതരാം, ഞാൻ കുറേ കാലമായിട്ട് കൊച്ചിയിലുള്ള ആളാണ്. കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ സിനിമാ ബന്ധമായിട്ട് കാര്യങ്ങളുടെ ബന്ധം ഇഷ്ടംപോലെ കണക്ഷൻസ് ഉണ്ട് നമുക്ക്. ഈ കൊച്ചിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇവർക്ക്
താല്പര്യമില്ല. ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് ഇവിടെ. ഇതൊന്നും അവർക്ക് താല്പര്യമില്ല. ഈ ഫേക്ക് കേസാണ്. അതെ അവർക്ക് വാർത്ത കിട്ടാൻ വേണ്ടി, എല്ലാവർക്കും വാർത്ത കിട്ടാൻ വേണ്ടി അത് ഈ മറ്റേ സിനിമാ നടന്മാർക്ക് സെൻസേഷൻ ആക്കാനുള്ള വാർത്തയായിരുന്നു ഹേമ കമ്മിറ്റി. ആ വിഷയം വന്നപ്പോൾ നമ്മുടെ വിഷയങ്ങൾ എടുത്തിട്ട് അലിൻ ജോസ് പെരേരയെ സന്തോഷ് വർക്കി നമ്മൾ ആൾക്കാർ ബൂസ്റ്റപ്പ് ആവും. ആ ഒരു ദിവസം ഫുള്ളായിട്ട് രാത്രി 10 വരെ ന്യൂസിൽ നമ്മളെ കാണിച്ച് നമ്മുടെ തേജോവധം ചെയ്യാൻ നോക്കി, എല്ലാം നശിപ്പിക്കാൻ നോക്കി. കാരണം ഒരുപാട് ഇപ്പോൾ എൻ്റെ ഫാമിലിയുടെ ലാൽമനങ്ങൾ ജോർജങ്ങൾ വരെ ചോദിച്ചു കാരണം ചെയ്തോ ഇല്ലയോ. മറ്റൊരു കൊടുത്ത കോപ്പി ഞാൻ കാണിച്ചായിരുന്നു. ഒരു കാര്യം അതിനുശേഷം പി കെ പ്രദീപിനെ വിളിച്ചെന്ന് പറയുന്നില്ല. പി കെ പ്രദീപിനെ വിളിച്ച് പി കെ പ്രദീപിന്റെ യുദ്ധം എന്നൊരു ഷോർട്ട് ഫിലിം യുദ്ധം എന്ന ഷോർട്ട് ഫിലിമിന് കട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നെ വേദനിപ്പിച്ചൊരു സംഭവം ഉണ്ടായി.